ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പാർട്ടി പരിപാടിയല്ല, സർക്കാർ പരിപാടി. സർക്കാർ പരിപാടി 20 കോടി കേരളത്തിന്റെ, എന്റെ, നിങ്ങളുടെ, ശ്രീ ജിൻഡോ ജോണിന്റെ, പ്രശാന്ത് പത്മനാഭന്റെ, ശ്രീ ജോർജ് മുടിപ്പാറയുടെ, എല്ലാവരുടെയും ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെയും ഒക്കെ പണമെടുത്തുകൊണ്ടാണ് LDF പ്രചാരണം. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഈ സർക്കാരിന് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 ആണ്ട് കേരളം ഭരിച്ച് അഭിമാനകരമായ സേവനങ്ങളും വികസനവും കാഴ്ചവെച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാൻ നിൽക്കുന്ന ഈ സർക്കാരിന് കേവലം ഡാറ്റ മോഷ്ടിച്ചു വേണോ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ? അത് ഉത്തരം പറ. ഡാറ്റ മോഷണം, ഡാറ്റ ചോരണം സംഭവിക്കണമെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന KSITILന്റെ, അതായത് ഒരു മാറ്റവും ഇല്ലല്ലോ, കേരളത്തിലെ IT ലിമിറ്റഡിന്റെ കീഴിലുണ്ടായിരുന്ന ഈ വിവരശേഖരണം, ഈ വിവര സ്രോതസ് അത്രയും മറ്റേതോ കേന്ദ്രങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനുഷ്യത്വവിരുദ്ധമായ കാര്യങ്ങൾക്ക് മറ്റേതെങ്കിലും ഏജൻസി ഉപയോഗിക്കുകയും ചെയ്ത ഘട്ടമുണ്ടാകണം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പക്ഷേ DPDP ആക്ട് എന്ന എനിക്കും ആങ്കർക്കും കോൺഗ്രസ് നേതാവിനും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ നിയമത്തിലെ ആക്ടിലെ വകുപ്പ് 7 ഉപവകുപ്പ് B അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സർക്കാരിന് തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാർക്ക് ജോലിയുടെ ഭാഗമായി നൽകുന്ന സബ്സിഡികൾ, ആനുകൂല്യങ്ങൾ, ഇത്യാദി ബെനിഫിറ്റുകൾ, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സന്ദേശം നൽകലിന് ഈ കാര്യങ്ങളെ ഉപയോഗിക്കാം. പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റിയുടെ പത്രക്കുറിപ്പല്ല പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ കോടതി ഇന്ന് നിലപാടെടുത്തത് എന്നാണോ CPMന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് അദ്ദേഹം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇത്തരം വിവരങ്ങൾ മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കില്ല എന്നുള്ള നിലവിലെ ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രസ്താവന നേരത്തെ മറ്റൊരു കേസിൽ അഡ്വക്കേറ്റ് ജനറൽ ഈ കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ കൂടി ലംഘനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് ഈ കേസിൽ ഇനി അടുത്ത കാര്യങ്ങൾ തീർപ്പാകുന്നത് വരെ, അടുത്ത ദിവസം ഇത് പരിഗണിക്കുന്നത് വരെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. മേലാൽ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്കും സന്ദേശം അയക്കരുത് എന്ന് കോടതി വിലക്കത്തക്ക വിധത്തിലുള്ള ഒറ്റ നോട്ടത്തിലുള്ള സ്വകാര്യതാ ലംഘനം ഇതിനകത്ത് എങ്ങനെയുണ്ടായി? അപ്പൊ കോടതി അക്കാര്യത്തിൽ അന്തിമ വിധി തീർപ്പിലേക്ക് വന്നു എന്ന കാര്യമായ തെറ്റുധാരണ അങ്ങേക്ക് ഇല്ലെങ്കിലും അങ്ങയുടെ ചോദ്യം കേൾക്കുന്ന സാധാരണക്കാരനായ മലയാളിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, കോടതിയുടെ പ്രൊസീഡിംഗ്സിൽ സുപ്രീം കോടതിയിൽ നവകേരള സർവേക്കെതിരെയും അന്തിമ തീർപ്പ് വന്നിട്ടില്ല, ഹൈക്കോടതിയിൽ ഈ കേസിലും അന്തിമ തീർപ്പ് വന്നിട്ടില്ല. നമ്മൾ ആരും അന്തിമ തീർപ്പായി എന്ന് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. ഇല്ല, അങ്ങ് അന്തിമ തീർപ്പായി എന്ന് അങ്ങ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങ് എന്തിനാണ് ഞാൻ മാന്യമായി പറഞ്ഞു തുടങ്ങുന്ന ഒരു മറുപടിയുടെ ഇടയ്ക്ക് കയറി വീണ്ടും ഇടപെടുന്നത്? അതൊരു മര്യാദയല്ല എന്ന് അങ്ങയെ വിനയത്തോടു കൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇരിക്കട്ടെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, അങ്ങയുടെ പ്രതികരണം കേൾക്കുന്ന സാധാരണക്കാരായ മലയാളികൾ എന്തോ ഒരു അന്തിമ തീർപ്പിന്റെ മണം ഈ വിധി പ്രഖ്യാപനത്തിന് ഇല്ലേ എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയിക്കുന്ന നിഷ്കളങ്കരായ മലയാള മനോരമയുടെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുകയാണ്, ആദരണീയനായ ഹൈക്കോടതിയുടെ ന്യായാധിപൻ ഇത്തരം ചില സംശയങ്ങൾ ഉയർത്തിയെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ ചില ഉദാഹരണങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെയാ പറയുന്നേ, പ്രധാനമന്ത്രിയും യൂണിയൻ ഗവൺമെന്റും നടത്തുന്ന ചില സന്ദേശങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് അഭിഭാഷകൻ തിരികെ മറുപടി പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനായ ന്യായാധിപൻ ഹൈക്കോടതി നിശബ്ദമായി കേട്ടിരിക്കുകയായിരുന്നു ചെയ്തതെന്നും. താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കളുടെ മനസ്സിലാക്കലിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ കോടതിയിൽ നടന്ന ചില കാര്യങ്ങൾ അല്ലല്ല, ഞാൻ താങ്കൾക്ക് സമയം തന്നു തന്നെയാണ്. ഞാൻ ബാക്കിയുള്ളവരിലേക്ക് കൂടി പോകാൻ വേണ്ടി ഒന്ന് ഇടപെടുകയാണ്. അല്ലാതെ താങ്കൾക്ക് സമയം തരാതെന്നൊന്നും ഇടപെട്ടോന്നല്ലോ. അതായത് താങ്കൾ പറഞ്ഞു വന്നതിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്, ഒരു മറുവശം കൂടിയുണ്ട്. കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ശരി, ഞാനൊരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആശയ പ്രചരണത്തിന്റെ ഒരു വേദിയാണ്. പഞ്ചായത്തിലും പാർലമെന്റിലും അതെവിടെയും വ്യത്യാസമില്ല. അവിടെ മത്സരിച്ച് അധികാരത്തിൽ വന്ന് ഇന്ത്യയാകെ ഇടതുപക്ഷ ആശയം പ്രചരിപ്പിച്ച് ഞങ്ങൾ അജയ്യരാകാം എന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല കേട്ടോ.
പറഞ്ഞിട്ടുണ്ട്. ആങ്കർക്ക് ന്യായമായും ബലമായും സംശയം ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തിരുത്തുകയാണ്. ഡോക്ടർ പ്രഭാതിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? വെദർ there is future left for left in India, that I don't know. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് ഭാവിയില്ല എന്നുള്ളതാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ 2 കേന്ദ്രങ്ങളിലാണ് CPM അതിശക്തമായ സമരം നടത്തുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അങ്ങ് കേരളത്തിലാണെന്നുകൊണ്ട് അറിയാൻ സാധ്യതയില്ല. ഒന്ന് കോൺഗ്രസ് ഭരിക്കുന്ന യലഹങ്കയിൽ കോൺഗ്രസ് ബുൾഡോസർ രാജ് ഉപയോഗിച്ച് അടിച്ചു പുറത്താക്കിയ ശരി, കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചാ ടോപ്പിക്. ഇത്രയും നേരം താങ്കളുടെ ഒരു ഭാഗം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സമയക്കുറവ് ഉണ്ടായിട്ടും അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്, അല്ലെങ്കിൽ യഥേഷ്ടം അനുവദിച്ചു തന്നേനെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ എടുക്കുന്ന പണി, പ്രചരണ പണി, അത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമൊക്കെ ആണോ എന്നുള്ളതാണല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരും. എപ്പോ വരും? അങ്ങ് ഈ ചോദ്യത്തിനോട് ഇവിടെ ചർച്ചയിൽ പ്രസക്തമല്ല അങ്ങ് പറഞ്ഞ കാര്യം അങ്ങ് വിളിച്ചുകൊണ്ടിരുത്തിയ മാധ്യമ പ്രവർത്തകൻ അധികാരമില്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ തകരും ആ ഒരു അദ്ദേഹത്തിന്റെ പ്രയോഗത്തിന് 2.5 മിനിറ്റ് താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? അപ്പൊ എനിക്ക് ഇനി ഈ ചർച്ചയോട് നീതി പുലർത്തിക്കൂടെ? അപ്പം മറുപടി പറഞ്ഞു തുടങ്ങുമ്പോ ഇത് ഇല്ല, മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. അങ്ങാണോ എന്റെ മറുപടിയുടെ മാർഗം തീരുമാനിക്കേണ്ടത്? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അല്ലല്ല, എനിക്ക് എന്റെ ചോദ്യത്തെ തീരുമാനിക്കാമല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചോദിക്കാമല്ലോ. സംബന്ധിച്ചും 7BA സംബന്ധിച്ചും ചോദ്യം ചോദിച്ചപ്പോ അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് ഈ 3 പേർക്ക് യഥേഷ്ടം സംസാരിക്കാൻ അവസരം കൊടുത്തു. താങ്കളാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങ് പറയുന്നു ചർച്ചയിൽ പ്രസക്തമല്ലാന്ന്. ചർച്ചയിൽ പ്രസക്തമല്ലാത്ത കാര്യം വിളിച്ചുകൊണ്ടിരുത്തിയ മാധ്യമ പ്രവർത്തകനും മറ്റ് സംഘങ്ങളും പറഞ്ഞപ്പോ അങ്ങയുടെ നാവെന്താ കാശിക്ക് വേണ്ടി? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ. ഒരു വാക്ക് പറഞ്ഞതിന് 2.5 മിനിറ്റ് താങ്കൾ മറുപടി പറഞ്ഞു. താങ്കൾ അങ്ങനെ നാവിനെ ഒന്നും ചോദ്യം ചെയ്യണ്ട. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഈ ചർച്ചയിൽ തുടക്കം മുതൽ നിശിതമായ വിമർശനങ്ങൾ താങ്കൾ ഉന്നയിച്ചപ്പോ അതൊരു സ്വാതന്ത്ര്യമാണ്, അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകൾ മിണ്ടാതിരുന്ന് കേട്ടതിനാണ് ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ബാക്കി 4 പേരും. അപ്പൊ താങ്കൾ ഒരു വാക്ക് മറ്റുള്ളവർ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ 2.5 മിനിറ്റോടെ അതിനുള്ള മറുപടി പറഞ്ഞു. അതും നമ്മൾ കേട്ടു. സമയക്കുറവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വളരെ വിനീതമായി താങ്കളോട് പറഞ്ഞു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുമെന്ന്. അപ്പോഴും താങ്കൾ വീണ്ടും അതിൽ തന്നെ നിൽക്കുകയാണ്. അതെന്താണ്? ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലായിട്ടാണോ? ആണോ? എങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയണമായിരുന്നു. അങ്ങ് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. മറ്റ് സഹപാനലിസ്റ്റുകൾ ആ ചോദ്യത്തിൽ നിന്നുള്ള മറുപടിക്ക് പകരം മറ്റൊരു കാര്യങ്ങളും മിണ്ടാൻ പാടില്ല എന്ന്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, സഹപാനലിസ്റ്റുകൾക്ക് ആവശ്യം പോലെ വിഷയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കൊടുത്തിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു. താങ്കൾ പറഞ്ഞില്ലേ ശ്രീജയ്ക്ക് എന്തിനാ സമയം കളയുന്നത്? 2.5 മിനിറ്റ് മറുപടി പറഞ്ഞില്ലേ? നവകേരള സർവേ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണോ? 20 കോടി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയാണോ? മറുപടി ഉണ്ടോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, തുടർ ഭരണത്തിന് വേണ്ടിയാണോ നവകേരള സർവേ? തുടർ ഭരണത്തിന് വേണ്ടിയാണോ നവകേരള സർവേ? അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അങ്ങയുടെ ചോദ്യത്തിന് മാത്രം എനിക്ക് മറുപടി പറഞ്ഞാൽ പോരല്ലോ. അതിൽ കെട്ടിത്തിരിക്കാൻ പറ്റുമോ? ചോദ്യങ്ങൾ ഇഷ്ടം പോലെയില്ലേ? ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏതിനാ താങ്കൾ ഉത്തരം പറഞ്ഞ്? ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതിനാ താങ്കൾ ഉത്തരം പറഞ്ഞ ഈ 2ാം റൗണ്ടിൽ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഹൈക്കോടതി ഉത്തരവിന്റെ ഏത് ഭാഗത്താണ് ബോധ്യപ്പെട്ടതായിട്ട് പറഞ്ഞേ? പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു സ്വകാര്യതാ ലംഘനമായി കാണാനേ പറ്റുകയുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? പ്രഥമ ദൃഷ്ടിയാൽ സ്വകാര്യതാ ലംഘനമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് അങ്ങേക്ക് എന്താ ഉറപ്പ്? ഇന്നത്തെ കാര്യം ചോദിക്കുമ്പോ ആന്റിസിപ്പേറ്റ് ചെയ്തുള്ള മറുപടിയാണോ ജയിക്ക്? അഭിപ്രായ പ്രകടനങ്ങളുടെ ഇതെന്ത് ദൗർബല്യമാണ്? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഇല്ലേ? അത് ഉത്തരവ് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇന്നുള്ള ഉത്തരവിന്റെ കാര്യത്തിലല്ലേ ഞാൻ ചോദിച്ചത്. താങ്കൾ എന്താ ഉള്ളതെന്ന് എന്നോട് ചോദിച്ചു. ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓപ്പൺ കോർട്ടിൽ ഏത് കോടതികളും പല പ്രതികരണങ്ങളും നടത്തിയ പ്രതികരണങ്ങൾ ഏഴയലത്ത് നിൽക്കുന്നതായിരിക്കില്ല കോടതികളുടെ അന്തിമ വിധി തീർപ്പ്. ആന്റിസിപ്പേറ്റ് ചെയ്ത് സംസാരിക്കലാണ് അതിന്റെ മറുപടി. 10 മിനിറ്റിലേറെ ഈ റൗണ്ടിൽ ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നവകേരള സർവേ എന്ന് പറയുന്ന പരിപാടി 20 കോടി മുടക്കി CPM-ന് LDF-ന് തുടർഭരണം കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒന്നാണോ? 1 മിനിറ്റ് കൂടി ഞാൻ താങ്കൾക്ക് സമയം തരാം. മറുപടി ഉണ്ടാവോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഒരിക്കലുമല്ല. അത് അല്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന് മുമ്പിൽ നിയമപരമായി ചിന്തിക്കാനുള്ള ശേഷി പണയം വെച്ചിട്ടില്ലാത്ത കേരളത്തിലെ ഇന്ത്യയിലെ നിയമ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും അറിയാം.
ഭയങ്കരം തന്നെ. തുടർ ഭരണമാണോ ലക്ഷ്യം നവകേരള സർവേക്ക് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ആ ശബ്ദത്തിന്റെ ഉടമ പറയും. അതിന്റെ ഉത്തരം ആ ശബ്ദത്തിന്റെ ഉടമ പറയും. ജയിക്ക് സഹിഷ്ണുത കാണിക്കൂ. ആ ശബ്ദം നമുക്ക് കേൾക്കാം. നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർ ഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇത് എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ അത് സർവേയുമായി വീടുകൾ കയറി ഇറങ്ങുന്നവരുടെ മനസ്സിലുണ്ടാകണം തുടർഭരണം എന്ന ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 കോടി 1, 2 അല്ല 20 കോടി കേരള ഖജനാവിൽ നിന്ന് എടുത്ത് CPM നടത്തുന്ന ഒരു പ്രചാരണ പരിപാടി പോലെ. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ ശബ്ദം മുഖ്യമന്ത്രിയുടേതല്ല എന്ന് ജയിക്കു പറയോ? ആ ശബ്ദത്തെ സംബന്ധിച്ച് CPM-ന്റെ അഭിപ്രായമല്ല, ഇന്ത്യയുടെ ഉന്നത നീതിന്യായ പീഠം നല്ല അന്തസ്സായി ഓപ്പൺ കോർട്ടിൽ അങ്ങേക്കും അങ്ങയുടെ പത്രസ്ഥാപനത്തിൽ ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇന്ത്യയുടെ നീതിന്യായ പീഠം ഈ ശബ്ദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ നീതിന്യായ പീഠം ഈ ശബ്ദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യമില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യമില്ല. ബടായി അടിക്കരുത് ജയിക്ക്, ബടായി അടിക്കരുത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്ത്യയുടെ നീതിന്യായ പീഠം മുഖ്യമന്ത്രിയുടെ ഈ ശബ്ദത്തെ കുറിച്ച് ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഭരണമാണ് നോട്ടം, പ്രധാന ലക്ഷ്യം. മനസ്സിലാക്കാത്തവർ അതുകൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ആ പറഞ്ഞു കൊടുത്തില്ല എന്ന് ജയിക്കു പറയോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ജയിക്ക്? മനോരമയ്ക്ക് എത്ര വിഷമമുണ്ടെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ പാർട്ടി പരിപാടിയിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുവോ? അപ്പൊ ഉണ്ടാകുന്ന പാർട്ടി പരിപാടിയല്ല, സർക്കാർ പരിപാടി. സർക്കാർ പരിപാടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 20 കോടി കേരളത്തിന്റെ, എന്റെ, നിങ്ങളുടെ, ശ്രീ ജിൻഡോ ജോണിന്റെ, പ്രശാന്ത് പത്മനാഭന്റെ, ശ്രീ ജോർജ് മുടിപ്പാറയുടെ, എല്ലാവരുടെയും ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെയും ഒക്കെ പണമെടുത്തുകൊണ്ടാണ് LDF പ്രചാരണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.